അപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയാണ് ഇതേപോലത്തെ കാര്യങ്ങൾ ചെയ്തതെന്ന് പറയും. ബിഗ് ബോസ് തുടങ്ങി, ഇനിയിപ്പോ അടുത്ത സീസൺ അല്ല ചിലപ്പോ ഇടയ്ക്ക് വൈൽഡ് കാർഡ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നുണ്ട്. അല്ല തുടർന്ന് അപ്പൊ ഇതേപോലത്തെ കണ്ടന്റുകൾ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിട്ട് ഇതേപോലെ ഇപ്പൊ നിങ്ങളുടെ ഫേസ് ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഇനിയും ഇതേപോലത്തെ വീഡിയോസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ നല്ല വീഡിയോസ് ആണല്ലോ ചെയ്യുന്നത്. ആർക്ക്? നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നത്, നല്ല ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. ഞാൻ ബിരൂപന്റെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അതിന് ഈ വർഷത്തെ ഒരു അവാർഡ് എനിക്കുണ്ടെന്നാണ് അതിനൊരാള് പറയാം. അല്ല, ബിരൂപന്നൂർ ചെറിയൊരു കഥയായിരുന്നു. കാരണം ഞാന് മറ്റേ ഒരു പെണ്ണിനെ പ്രേമിക്കുന്നു, ആ പെണ്ണ് എന്നെ കാണുന്നു, അപ്പൊ പറയാണ് ആദ്യമേ പെണ്ണ് വിളിക്കും, പറയും ചേട്ടൻ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, നേരിട്ട് വാ, വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ കല്യാണം റെഡി എന്നുള്ള രീതിയിൽ പറയാണ്. ഞാൻ ചെന്ന് പോയി കഴിഞ്ഞപ്പോ പെണ്ണൂർ ഒരാളെ കാത്തുക, നിങ്ങളൊന്ന് പോവാന്ന് ചോദിക്കും. അപ്പൊ പറയും ഞാൻ പെട്ടെന്ന് ഞാൻ എന്റെ ഫോണിൽ നിന്ന് നമ്പർ എടുത്ത് അടിക്കുമ്പോൾ തെളിഞ്ഞു വരുമ്പോൾ നിങ്ങളാർന്നോ അശോ എന്ന് പറഞ്ഞ ആ ലേഡിയുടെ ആക്ടിങ്ങിൽ എല്ലാരും കൈയടിച്ചു. നല്ലൊരു പെർഫോമൻസ് ആണ് അതിനകത്ത്. അപ്പൊ ഏറ്റവും അവസാനം എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ കുളിച്ചോണ്ടാണോ എന്റെ സൗന്ദര്യം ഇങ്ങനെ കൂടിയെന്ന് പറഞ്ഞ സാധനങ്ങൾ. അതിന് ഈ വർഷത്തെ ദേശീയ അവാർഡ് ചിലപ്പോ എനിക്കായിരിക്കും. ഞാൻ പറയുകയാണ്. അങ്ങനെ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിട്ട് മാത്രമാണോ അതോ പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടാണോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഈ പറയുന്ന കുറെ പണം വേണമല്ലോ, പണം വേണം, ജീവിക്കാൻ പണം. തീർച്ചയായിട്ടും പ്രശസ്തി ആവശ്യമാണ്, പ്രശസ്തി വേണം, പ്രശസ്തി വേണം. അത് തന്നെ. അതെ, ഇപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാം ആയില്ലേ, ഈ പറഞ്ഞ എല്ലാം ആയില്ലേ? പ്രശസ്തി ആയി, പണമായില്ല. ഞാനല്ലേ ഒരു റബ്ബർ ബാൻഡ് കിട്ടിയ ഫോണാണ് എന്റെ, ഞാനവിടെ കാണിക്കുന്നില്ല. അപ്പൊ ഒരു കോള് വന്നു എനിക്ക്, ഹലോ അഭിലാഷ് ചേട്ടാ എനിക്കൊരു 500 ഇടും അല്ല 1000 ഇടുമെന്ന് ചോദിച്ചു. അപ്പൊ റബ്ബർ ബാൻഡ് പൊട്ടിപ്പോയി എല്ലാം തീർന്നു, ഫോണിന്റെ എല്ലാം താഴേക്ക് പോകും. ഞാൻ ആയിക്കോട്ടെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടേക്കാലോ. പഠിച്ചില്ല, ആരും പഠിത്തത് അതെന്താന്ന് അറിയില്ല. ഇത്രയും ഭയങ്കര വൈറലായിട്ട് എന്തുകൊണ്ട് പണം ഉണ്ടാക്കാൻ പറ്റാത്ത? പണം വരുമായിരിക്കും ചിലപ്പോ വരും, പക്ഷെ ലോട്ടറി എടുക്കണം പരിചയമില്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പണം തരുന്നില്ല അതില്. കാരണം എനിക്ക് പിന്നെ വേറെ പ്രശ്നം എന്ന് പറയുമ്പോ നമ്മളെ ഞാൻ സന്തോഷ് പണ്ഡിറ്റ് ചേട്ടന്റെ പുതിയൊരു സിനിമയില് വില്ലൻ ക്യാരക്ടർ ചെയ്തു, എന്റെ ഷൂട്ട് കഴിഞ്ഞു. സന്തോഷ് പണ്ഡിറ്റ്. അപ്പൊ അദ്ദേഹത്തിനെ കൃഷ്ണൻ രാധയൊക്കെ കണ്ടപ്പോ ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്, ശരിക്കും ചിരിച്ച് മരിച്ചിട്ടുണ്ട് ആ സിനിമ കൃഷ്ണൻ രാധ എന്ന് പറയുന്നത്. പിന്നീട് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അദ്ദേഹത്തിന്റെ പടത്തിൽ ഒരു വില്ലൻ വേഷം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നത്. അദ്ദേഹത്തിന്റെ പടത്തിന്റെ സ്റ്റണ്ട് അറിയാലോ, അദ്ദേഹം ഇവിടെ ഇങ്ങനെ തൊഴിക്കുന്ന ഒരു സീൻ, 2 പേര് അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് എന്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ തെറിച്ചു പോകുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഫൈറ്റ്, അങ്ങനത്തെ ഒരു ഫൈറ്റ്. പക്ഷെ നമ്മൾ ചിരി വരും, പക്ഷെ നമ്മളത് അറിഞ്ഞ് ചെയ്തു. കാരണം അദ്ദേഹത്തിന്റെ പടത്തിൽ ചെയ്യാന്ന് ഒരു വലിയ കാര്യം. അപ്പൊ ആ വ്യക്തി എന്ത് ചെയ്തോട്ടെ, എന്താന്ന് പറയാ, ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം പാവങ്ങൾക്ക് കൊടുക്കുകയാണ് അദ്ദേഹം. യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് അത് പാവങ്ങൾക്ക് കൊടുക്കുന്നുള്ളൊരു ഇതാണ് സംഭവം. ഇപ്പൊ അഭിലാഷ് ഏട്ടൻ സോഷ്യൽ മീഡിയയില് ഇല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് ഞാൻ പറഞ്ഞ അങ്ങനെയുണ്ടാവും. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ ഒരു പുല്ലുമില്ല, ആർക്കും ഒന്നുമില്ല. ഞാന് കാരണം ഇപ്പൊ ചില ആളുകള് തിലകൻ കലാപ്രതിഭ പുരസ്കാരത്തിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇട്ടപ്പോൾ അതിൽ മോശമായ കുറെ കമന്റ്സ് കണ്ടു. തിലകൻ കലാപ്രതിഭ പുരസ്കാരം തിലകൻ സാറിന്റെ മക്കൾ വരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട് തൃശ്ശൂര്. അവിടുത്തെ മെമ്പറാണ് ഞാനിപ്പോഴും. അവിടുത്തെ ആൾക്കാരാണ്, അതും നമ്മുടെ സിനിമയുടെ പേര് പറയാം, മധുരരാജിലെ പ്രൊഡ്യൂസർ. ആ സാറാണ് എനിക്ക് തന്നത്. അന്ന് ശിവജി ഗുരുവായൂർ സാർ ഉണ്ടായിരുന്നു, സുനിൽ സുഖചേട്ടൻ ഉണ്ടായിരുന്നു. അത് തന്നെന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന അവരെ അറിഞ്ഞുകൊണ്ട് തന്നാണ്. ഒരു വലിയൊരു നടൻ, ഞാൻ പേര് പറയുന്നില്ല, അത് നല്ല സൗഹൃദം ഉണ്ടായിരുന്ന നടൻ ഇവരെ വിളിച്ച് അയച്ച മെസ്സേജ് അയച്ചേട്ടൻ കേൾപ്പിച്ചു തന്നു. എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. പക്ഷെ ഞാൻ ആ വ്യക്തിയുടെ പേരോ കാര്യങ്ങളോ ഞാൻ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അതില്ല. പക്ഷെ പുള്ളി പറയണ എന്തുകൊണ്ട് ഇവന് ഈ സാധനം കൊടുക്കുന്നു, എന്താണ് അർഹതപ്പെട്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ ചോദ്യം. ഞാനൊന്നും വേണ്ടില്ല, ചെപ്പോട്ടെ ഇടാന്ന് കുഴപ്പമില്ല, നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള അഭിലാഷം, നീ ചോദിക്കാനൊന്നും പോകണ്ടെന്ന് പറയും. നിന്നെ ഇഷ്ടമാണ്, നിന്റെ പ്രവൃത്തികൾ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഈ അവാർഡ് ഞാൻ നിനക്ക് തരുന്നതെന്ന് പറയും. അങ്ങനെ ഒരു പുരസ്കാരം നമുക്ക് കിട്ടി. പക്ഷെ അത് ഫ്ലക്സ് വെക്കാനൊന്നും ആൾക്കാരുണ്ടായില്ല, അങ്ങനെയൊന്നും ഇല്ലാതെ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്തു, മോറ്റക്കാർ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ നെഗറ്റീവ്, ഞാൻ സുനിമോളും ഇങ്ങനെ പടമാണെങ്കിൽ 16 കമന്റ് വരികയാണ്. അത് മലപ്പുറം അവരുടെ അങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് അല്ല ഞാൻ പറഞ്ഞേ. പക്ഷെ നല്ല രീതിയില് കമന്റ്സ് വരത്തില്ല. നല്ല ഫോട്ടോസ് ശ്രദ്ധിച്ചുണ്ടോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു പല രോഗികളുടെ ഫോട്ടോസ് വെച്ചുള്ള പല ഉണ്ട്. ആര് ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാൻ മനസ്സ് കാണിക്കണോ? കാരണം ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ അടുത്ത് കയറി വരുവാണ്, അതും ഒരു കാരണം. പക്ഷെ ഈ സത്യമാണെന്ന് പറയാൻ വിളിച്ചു ചോദിക്കാൻ നിൽക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാണല്ലോ
എല്ലാവരും ഷെയറോട് അല്ല നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയക്ക് സത്യസന്ധമായ കണ്ടന്റുകൾ നല്ല കണ്ടന്റുകൾ ആവശ്യമില്ല. തീർച്ചയായും. ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം എന്റെ നാട്ടിൽ നടന്നു, അത് പറഞ്ഞ കുഴപ്പമുണ്ടോ? ഭയങ്കര വലിയ കഥയാണ്. വലിയ കഥയില്ല, ഒരു ഹോട്ടൽ പ്രശ്നം ഉണ്ടായില്ലേ? തല്ലലൊന്നും ഉണ്ടായില്ല. ആ വീഡിയോ കാണുന്ന ആർക്കും അറിയാം, ജസ്റ്റ് ആ വീഡിയോയിലുള്ള സംഭവം എന്താണെന്ന് അറിയാം. അദ്ദേഹം പിടിച്ച് എന്നെ തള്ളി ഇവിടെ കൊണ്ടുപോയി അങ്ങനെ. കണ്ടന്റ് അല്ല, അത് ശരിക്കും നടന്നൊരു കഥ. അത് നടന്നത് മാഹിന്റെ ഒച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒച്ച മാഹിന്റെ സന്തോഷം. അപ്പൊ അവന് ആരോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, നീ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ നീ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവര് തമ്മിൽ അയച്ച മെസ്സേജ് എന്നെ കേൾപ്പിക്കുക. ഞാൻ പറയുന്ന പൊന്നെ മാഷ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാന്നുള്ളൂ. അപ്പൊ അങ്ങനെ എന്തോ പറഞ്ഞു കഴിഞ്ഞപ്പോ ജസ്റ്റ് പറഞ്ഞു വരുത്, ഇവന്റെ വീടിന്റെ തൊട്ട് താഴെയുള്ള ഒരുത്തനോട് സപ്ലയർ ആയിരുന്നു. അപ്പൊ ഇവര് തമ്മിൽ പൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവനത് മുതലാളിയുടെ ചെവി എത്തിച്ചു. അത് കഴിഞ്ഞപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ചേട്ടൻ വന്ന് എന്നോട് മാന്യമായിട്ട് അവിടെ പറഞ്ഞേ, എന്നോട് പറഞ്ഞു, അഭിലാഷേ ഫുഡ് കഴിച്ചിട്ട് പോകുക, കാരണം തെറി എന്നോട് പറയില്ലെന്ന്. അപ്പൊ എനിക്ക് ഷോക്കായി പോയി. ഞാൻ തെറി ഒന്നും പറഞ്ഞില്ല. ആ ഹിന്ദിക്കാരായിട്ട് സംസാരിച്ചോണ്ട് ഹിന്ദി പായ ഉണ്ടാകും അവിടെ. ചേട്ടാ ഞാൻ തെറി പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്നെ ന്യായീകരിക്കാൻ നോക്കുന്നത് ഞാൻ ചെയ്തില്ലാത്ത കാര്യം ചെയ്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ സ്ഥാനത്ത് അവിടെ ഒരു വഴക്കുണ്ടാക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ തിരിച്ചതുപോലെയല്ലേ പ്രതികരിക്കും. കാരണം നമ്മളിപ്പോ ശക്തി ഒന്നുമല്ല, നമ്മൾ ആ രീതിയിൽ നിൽക്കും. കാരണം അത് കഴിഞ്ഞപ്പോ എന്ന് പറയുമ്പോ ചേട്ടൻ വന്നു ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞപ്പോ മാങ്ങി വീണ്ടും പറയും, എന്റെ കൂട്ടുകാരനോട് പറഞ്ഞ് മോശമായി. അപ്പൊ ആ സപ്ലയറെ അവൻ വെല്ലുവിളിച്ചു, നീ വെളിയിലേക്ക് ഇറങ്ങി വേണമെന്നൊക്കെ പറഞ്ഞ് ഒരു രീതിയിൽ പറഞ്ഞു. പിന്നെ ആ ചേട്ടനും പറഞ്ഞു, അതാ നീ ചെല്ലണമെന്ന് പറഞ്ഞ ചേട്ടൻ ആ സപ്ലയറെ വിളിച്ച് വെളിയിലേക്ക് നിർത്തി. അപ്പൊ അങ്ങനെ ഒരു ചെറിയ സംഭവമാണ് അവിടെ നടന്നുള്ളൂ. ഇത് ജനങ്ങള് ആ ഉണ്ടായിക്കഴിഞ്ഞ്, എനിക്ക് ഇത് പറയാൻ കാരണം ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞ് വീണ്ടും ഇവരൊക്കെ ആയിട്ട് നല്ല സൗഹൃദമായി. കാരണം ഈ ഇദ്ദേഹത്തിന്റെ അനിയനും ഞാനും നല്ല സുഹൃത്തുക്കളെ ഞങ്ങൾ ബ്ലോഗ് ചെയ്യാറുണ്ട്. ഒരുമിച്ച് കടയിൽ പറഞ്ഞു. അവൻ പറഞ്ഞു, പോട്രാവേ ചേട്ടൻപള്ളിയിലേക്ക് നീ ഒരു ചേട്ടനെ പോലെ കാണണല്ലേ വീട്, അന്ന് മനസ്സിൽ വെക്കണ്ട, കത്തിക്കുത്ത് വരേണ്ടാണ് നാടല്ലേ എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം തീർന്ന് ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ വീഡിയോ, ആ ബായി പിടിച്ച വീഡിയോ മറ്റവൻ അവിടുത്തെ ഒരു സപ്ലയർ ഉണ്ടായിരുന്നു ബിജു എന്ന് പറയും, ഇവന്റെ ഫോണിൽ കിടക്കണത് ഇവനാർക്കും ഇട്ട് കൊടുത്തപ്പോ ഫുഡ് കഴിച്ചിട്ട് പൈസ കൊടുക്കാണ്ട് ഇറങ്ങിപ്പോയി ക്യാപ്ഷൻ ഇട്ട്. മനസ്സിലാകണത് ആരും ഇട്ടോട്ടെ, നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യും. ഞാൻ ഒരു കാര്യം പറ്റി, ഞാൻ ഹോട്ടലുകാരെ പൊക്കി പറയുന്നതല്ല. 10,000 രൂപയുടെ ഫുഡ് കഴിച്ചാൽ അവരുണ്ടല്ലോ പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ പൊക്കോന്ന് പറയുന്ന ആൾക്കാരെ അവര് ഒരിക്കലും പിടിച്ചു നിർത്തത്തില്ല. അതെനിക്കറിയാം. പറയുന്നവരെ പറഞ്ഞോട്ടെ. ഇപ്പൊ ഞാൻ അവർ ഇതായിട്ട് പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ അവരെ കുറ്റമായിട്ട് ഇതിനു മുമ്പ് അതിനുശേഷം നിങ്ങൾ അതേപോലത്തെ കുറെ കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ. അല്ല അത് കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ജനങ്ങളുടെ അടുത്തൊരു കാര്യം പറയാണ്, നമ്മളിപ്പോഴും ചില തെണ്ടികള് നമ്മളൊക്കെ ഇതിൽ വന്നത്, നിങ്ങൾ ഒരു ഫുഡിന്റെ ബ്ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നീ അടുത്ത അടി വാങ്ങുവാണോ, അവിടുത്തെ കടയിൽ നിന്ന് ഫ്രീ ആയിട്ടാണ്. കടയിൽ ഫ്രീ ആയിട്ടൊന്നുമല്ല, എല്ലാവരും പൈസ കൊടുത്തിട്ട് കഴിക്കണം. മനസ്സിലായില്ലേ? ഉള്ളതിനൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം അങ്ങനെ സംഭവമല്ല. അത് എഴുതിയിട്ടപ്പോൾ കുറെ പേര് നമ്മൾ കാണുന്ന കൊച്ചത്തോളം നിനക്ക് പൈസ കൊടുത്ത് കഴിക്കാൻ പാടില്ലെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആദ്യമായിട്ടാണ് ജീവിതത്തിലെ കണ്ടന്റ് വിജയിച്ചത്. മറ്റെല്ലാം കണ്ടന്റ് ചെയ്ത് ഒറിജിനൽ കണ്ടന്റിലേക്ക് വന്നു വിട്ടു. അങ്ങനെ സംഭവം ഉണ്ടായി. അതിലേക്ക് ഏതിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരായിട്ട് അവരുടെ പല പരിപാടിയിലും ഞാൻ ഗസ്റ്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഇരുന്ന ഒരാളാണ്. അവരുടെ കുടുംബ സംഗമത്തിനൊക്കെ ഞാൻ പോയിക്കൊണ്ടിരുന്നതാണ്. അതായത് സ്നേഹമുള്ള ആൾക്കാരാണ്. ഒരു നിമിഷം ആ കടയിലേക്ക് കയറുന്നതിന് മുമ്പ് ആ ചേട്ടനോട്, ചേട്ടാ അഭിലാഷ് എന്ന് പറഞ്ഞ മിണ്ടിയ വ്യക്തിയാണ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഒരു സങ്കടത്തിൽ വരും. മനുഷ്യന്റെ ഒരു കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? ജസ്റ്റ് കയറിയപ്പോൾ എന്ന് പറയും, ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ സുഹൃത്ത് എന്ന് വന്നു, ബാബുരാജ് എന്ന് പറയും. അവൻ കാരണം അവിടെ വരണ്ടി വന്നു. അവൻ പറഞ്ഞു, ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാം വന്നു പറഞ്ഞ് ഞങ്ങള് അവിടെ വീഡിയോ എടുക്കും. ഇവനെ കൂടെ വീഡിയോ എടുപ്പിക്കാനാണ് ഞാൻ അതിന് വിളിച്ചത്. അപ്പം ഇവൻ മന്നതിന് മുമ്പ് ചെന്നപ്പോ ആ ചേട്ടൻ സംസാരിച്ച് മിണ്ടി 10 മിനിറ്റ് കൊണ്ട് അത്. അപ്പൊ ആ പ്രശ്നം അവിടെ തീർന്നു. ഇപ്പൊ നാളെ കണ്ടല്ലോ ചേട്ടാന്ന് വിളിച്ച് അവിടെ തീരുന്ന പ്രശ്നം. അല്ലെങ്കിൽ മിണ്ടി പറഞ്ഞു പോണേ. പക്ഷെ ചിലവരുണ്ടല്ലോ കുത്തിത്തിരിപ്പ് വലിയ വിവാദമാക്കി മാറ്റാവുന്ന ആൾക്കാരുണ്ടല്ലോ, അവരിത് ഏറ്റി പിടിച്ചിട്ട് എന്തൊക്കെയോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകണം. അങ്ങനെയുള്ള